ഒരു 7 മാസം പ്രായമായിട്ടുള്ള കുട്ടി അപകടത്തിൽപ്പെടുന്നു. അതിനെ തുടർന്ന് ആ കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. ഒരു റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ദാരുണ സംഭവമാണ് ഇത്. ഒരു അമ്മയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? ഒരു പ്രസവശേഷം സ്ത്രീകളിൽ പലതരം മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പിന്നെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സൈക്കോസിസ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇങ്ങനെ പലതരം മാനസിക പ്രശ്നങ്ങളും ഒരു അമ്മയ്ക്ക് ഉണ്ടാകാം. ഒരു കുട്ടിയുടെ ജനനശേഷം അമ്മയിൽ പലതരം ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, അത് റിലേറ്റഡ് ആയിട്ട് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നു, പിന്നെ ഉറക്കക്കുറവുകൾ ഉണ്ടാവുന്നു, ഒരു ശരിയായ രീതിയിലുള്ള വിശ്രമം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു സൊസൈറ്റി ഒരു അമ്മ എങ്ങനെയാവണം എന്നുള്ളതിന് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട്. ആ ഒരു മാനദണ്ഡങ്ങൾ ഒരു അമ്മയിൽ വലിയ രീതിയിലുള്ള പ്രഷർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു, ഒരു മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പലപ്പോഴും കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൂടാതെ പലപ്പോഴും അവരുടെ ഫാമിലിയിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ പോവേർട്ടിയും അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലെയുള്ളതോ മൈഗ്രേഷൻ പോലെയുള്ളതോ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ, അല്ലാതെങ്കിൽ എന്തെങ്കിലും വയലൻസ്, ഒരു ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷൽ വയലൻസ്, ജെൻഡർ ബേസ്ഡ് വയലൻസ്, അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രോമ ഉളവാക്കുന്ന ഒരു സംഭവം അവരുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം? ആ ഒരു അപകടം ചിലപ്പോൾ ആ അമ്മയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഫ്ലാഷ് ബാക്സ്, അല്ലാതെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇതുകൂടാതെ ചുറ്റുപാടുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ പല ആൾക്കാരിൽ നിന്നും അവർക്ക് പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ പലപ്പോഴും നേരിടേണ്ടി വന്നിരിക്കാം. ഇതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഒരു സൈബർ ബുള്ളിയിങ്, ആ ഒരു സൈബർ ബുള്ളിയിങ് ഒരു വ്യക്തിയിൽ വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദമാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നിമിഷം കൊണ്ട് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് വ്യാപിക്കുകയും അത് പലതരം ചർച്ചകളിലേക്ക് അത് കൊണ്ടെത്തുകയും ആ അമ്മയെ പല രീതിയിൽ ആ അമ്മ ജഡ്ജ് ചെയ്യപ്പെടുകയും പല രീതിയിലുള്ള മാനസിക വേദനകൾക്ക് അവരെ നേരിടേണ്ടി വരികയും നാണക്കേടുകൾ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തിരിക്കാം. സോ ഇതൊക്കെ ആവാം പലപ്പോഴും അവരെ ആ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച പല ഘടകങ്ങൾ. പലപ്പോഴും അമ്മമാർ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ സൊസൈറ്റി നിസ്സാരമായിട്ട് കാണപ്പെടും. അപ്പോൾ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് സൊസൈറ്റിക്ക് വേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, നല്ല രീതിയിലുള്ള വിശ്രമം ഉറപ്പുവരുത്തുക, നല്ല രീതിയിലുള്ള ഭക്ഷണം, ഉറക്കം എന്നിവയൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇത്തരം ഇൻസിഡൻസ് പലപ്പോഴും നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ ഈ മാനസിക പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക, ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, മെഡിക്കേഷൻസ് അല്ല സൈക്കോ തെറാപ്പികൾ ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇൻസിഡൻസ് പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.